ഹായ് ഗൈസ്, ഞങ്ങള് റൊമാനിയയിൽ വന്നിട്ട് ഇപ്പൊ 3 ദിവസമായി. വിഗട്ട് സൊല്യൂഷൻ വഴിയാ വന്നത്. ഹോം ഫാമ എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലോട്ടാണ് വന്നത്. ഞങ്ങള് 11 പേരാണ് വന്നത്. അതിൽ എല്ലാവർക്കും ഡിഫറെന്റ് ഷിഫ്റ്റുകളായതുകൊണ്ട് എല്ലാവരെയും കിട്ടാറില്ല. ഞങ്ങള് കുറച്ച് നാളായി എല്ലാവരും കൂടെ വീഡിയോ എടുക്കാനായിട്ട് നോക്കണം. പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ ഷിഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കിട്ടാറില്ല. ഞങ്ങള് ഇവിടെ വന്നിട്ട് ഇപ്പൊ 3 മാസമായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് TRC കാർഡ് കിട്ടി. എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ഇത് അന്ന, ഇത് രണ്ടുപേരും സെയിം കമ്പനി തന്നെയാണ്, എന്റെ കമ്പനി തന്നെയാണ്. പിന്നെ പറയണത് ഞങ്ങ കഴിഞ്ഞ കൊല്ലം ഒരു ആഗസ്റ്റ് ആയപ്പോഴാണ് പ്രോസസ്സിങ് തുടങ്ങിയത്. ഒരു ജൂലൈ 29-ാം തീയതി ആയപ്പോഴത്തേനും ഇവിടെ ഡ്യൂട്ടിക്ക് വന്ന് കയറി. ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ശമ്പളം പറഞ്ഞതിലും ഒരു 600 കുറവാണ് കിട്ടിയത്. അത് പക്ഷെ അത് നമുക്ക് ഫുഡ് കാർഡിൽ കിട്ടുകയാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നിലവിലൊരു 70 രൂപ അടുത്താണ് നമുക്ക് ബേസിക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓവർ ടൈമിന്റെ പേയ്മെന്റ് വേറെ എക്സ്ട്രാ ഒരു 80 രൂപയോളം നമ്മ ഇപ്പൊ നാട്ടിലോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് 15 മണിക്കൂർ ഡ്യൂട്ടി ഒക്കെ നമുക്ക് വരും. ആഴ്ചയിൽ ഒരിക്കൽ 15 ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നു. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ലാംഗ്വേജ് റൊമാനിയ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നതൊക്കെ. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവര് ഭയങ്കര കുറവാണ്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലാംഗ്വേജിന്റെ കാര്യം. ഇനി വരാൻ പോകുന്ന എല്ലാവരും വീട്ടില് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ലാംഗ്വേജ് നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇംഗ്ലീഷ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് റെഫറൻസ് നിൽക്കാൻ പറ്റില്ല. ഇവിടുത്തെ ലാംഗ്വേജും കൂടി മസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. അല്ലാണ്ട് നമുക്കിവിടെ അവര് പറയുമ്പോൾ നമുക്കത് അനുസരിച്ച് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയത്തുള്ളൂ. അല്ലാത്ത പക്ഷെ നമ്മൾ തന്നെ ഭയങ്കരമായിട്ടും ടെൻഷനാവും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ. ഞങ്ങളിപ്പോ ഒരു ടീമായി വന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ. പിന്നീട് ഓക്കെ വന്നോളൂ, ലാംഗ്വേജ് ഇഷ്യൂ ഒക്കെ മാറി കഴിയുമ്പോ ഓക്കെ വരുമായിരിക്കും. പക്ഷെ ഒറ്റയ്ക്ക് വരുന്നവർക്ക് സർവൈവ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. ഇരുന്നാസാറൊക്കെ ഓഡിയോയില് പറയുന്ന പോലെ തന്നെ കഷ്ടപ്പാടാണ്, നമുക്ക് നല്ല കഷ്ടപ്പാടാണ്. നമ്മൾ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ സമയം വളരെ കുറവാണ്. കൂടുതലും ഡ്യൂട്ടി സമയമാണ്. ശനി ഞായറിൽ ഒരു ദിവസം 15 അവർ ആയിരിക്കും. ചിലപ്പോൾ ശനി ഞായറും 15 അവർ ആയിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ 8 മണിക്കൂറാണ് ജോലി. അപ്പൊ അങ്ങനെ ഒരു എപ്പോഴും ഒരു നമ്മളൊരു ബിസി ലൈഫ് ആയിരിക്കും നമ്മളെ. അതൊക്കെ പ്രതീക്ഷിച്ച് എല്ലാരും വന്നാൽ മതി. പിന്നെ ഇവിടെ 3 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. ഒരെണ്ണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ 2 ലാബുകളുണ്ട്. ഒരെണ്ണം മൈക്രോബയോളജി, ഒരെണ്ണം നമ്മുടെ ക്വാളിറ്റി അഷുറൻസ്. അങ്ങനെ 3 സെക്ഷനാണുള്ളത്. ആകെ ഇവിടെ 7 സെക്ഷൻ ഉണ്ട്. അതില് 4 സെക്ഷനോളം പ്രൊഡക്ഷനും പിന്നെ 3 സെക്ഷൻ ലാബും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് പണിയെടുക്കുക, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ച് മനസ്സിലാക്കി പോവാ. പിന്നെ നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും. നമ്മൾ എത്രത്തോളം പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു അതുപോലെ ഇരിക്കും അവർക്ക് നമ്മളോടുള്ള തിരിച്ചുള്ളൊരു ബിഹേവിങ്. പിന്നെ അക്കോമഡേഷൻ ജെന്റ്സിനും ലേഡീസിനും സെപ്പറേറ്റ് അക്കോമഡേഷനാണ്. എന്റെ റൂമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 7 പേരാണുള്ളത്. അതില് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു കോമൺ ബാത്റൂം പുറത്ത്, പിന്നെ കിച്ചൺ കോമൺ ആണ്. അതില് ഒരു 8 ഇൻഡക്ഷൻ ബേസ് ഉള്ള സെറ്റപ്പാണ്. അതിലാണ് നമ്മൾ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ 2 ഫ്രിഡ്ജ് തന്നിട്ടുണ്ട്, 2 വാഷിംഗ് മെഷീൻ തന്നിട്ടുണ്ട്. അത്രയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കാം. ഞങ്ങള് ഗേൾസിന്റെ അക്കോമഡേഷൻ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളിപ്പോ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 5 പേര്, ഞങ്ങൾ 5 പേര് വന്നിട്ട് ഞങ്ങൾ 5 പേര് കൂടി ഇവിടെ ചോദിച്ചിട്ട് ഞങ്ങൾ 5 പേര് കൂടി ഒരു റൂമിലായിട്ടുണ്ട്. അത് ഇവിടെ വന്ന് സംസാരിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. ഞങ്ങൾ വന്ന ടൈമില് ഞാനൊരാളെ അടിയിലും ബാക്കിയുള്ളവരൊക്കെ മുകളിലാണ്. അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി സംസാരിച്ച് അങ്ങനെ സെറ്റ് ആവുക ചെയ്തത്. പിന്നെ ഇവിടെ ഏജൻസിനെ ആശ്രയിച്ച് ഏജൻസി നമുക്ക് എല്ലാം ചെയ്ത് തരും എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആരും വരരുത്. കാരണം ഇവിടെ വരുമ്പോ നമ്മളിവിടെ വരുന്ന നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏജൻസി ആയിട്ട് പിന്നെ നമുക്ക് അത്ര വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. നമ്മുടെ കമ്പനിക്കാർ 2 പേര് വന്നാണ് വിളിച്ചോണ്ട് വന്നത്. അവർ അക്കോമഡേഷൻ കാണിച്ചു തന്നു. ബാക്കി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ഇവരോട് അവരുടെ ലാംഗ്വേജിൽ ചോദിച്ചാലേ നമുക്ക് എന്നൊക്കെ കിട്ടുള്ളൂ. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഏജൻസിനെ വിളിച്ച് പറയുന്നത് കൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. എല്ലാവരും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഞങ്ങളെല്ലാരും യൂസ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയണവരുണ്ട്. ഞങ്ങളിപ്പോ
പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് അറിയാവുന്നവരെ ഷിഫ്റ്റിലിട്ടിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുതിയതായിട്ട് പറഞ്ഞവരാ എനിക്ക് തോന്നുന്നു മിക്കവാറും ഞങ്ങളുടെ ഷിഫ്റ്റിൽ തന്നിട്ട് ഞങ്ങളുടെ ഒപ്പം ഇട്ടായിരിക്കുള്ളൂ പഠിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ബാക്കി കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇന്റർവ്യൂ സുഖമായിരുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. പിന്നെ എംബസി ഇന്റർവ്യൂവും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ അക്കോമഡേഷന്റെ ഫോട്ടോയും പിന്നെ ഒരു ഓഡിയോയും ഞങ്ങൾ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഷിഫ്റ്റ് വരാൻ പാടായതുകൊണ്ടായിരുന്നു ഒരു ഓഡിയോ ആയിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഒരാളായിട്ട് കൊടുത്തത്. പിന്നെ ഒരു വീഡിയോയും കൂടെ കൊടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഏജൻസി വഴി ഞങ്ങൾ പോകുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ജോലിയുണ്ട്. അത് ജോലി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാനുള്ളത്. അപ്പൊ ഇവിടെ ഇനി വരുന്നവരാണേലും ബാക്കി കാനഡയിലൊക്കെ പോയി നമ്മളൊരു അടിച്ചുപൊളി സെറ്റപ്പ് ആയിട്ട് ഇവിടെ വന്നാൽ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇവരും അക്സെപ്റ്റ് ചെയ്യില്ല, നമുക്കും അത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി വന്ന് ജോലി ചെയ്യണമെന്നൊരു സെറ്റപ്പ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത്ര ഉള്ള ബാക്കി കാര്യങ്ങൾ. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏജൻസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചോദിക്കും, മനസ്സിലാക്കാം. അപ്പൊ ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു.